കേരളത്തെ അധിക്ഷേപിച്ച് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും. കേരളം പിന്നോക്കമെന്ന് സമ്മതിച്ചാൽ പണം തരാമെന്ന് ജോർജ് കുര്യൻ. കാശിനു വേണ്ടി നിലവിളിക്കാതെ കിട്ടിയ കാശ് ചെലവഴിക്കുന്ന സുരേഷ് ഗോപി. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകളിൽ കേരളത്തെ പരസ്യമായി അപമാനിച്ച കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കേരളം പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണെന്ന് ആദ്യം പ്രഖ്യാപിക്കൂ, അപ്പോൾ വേണമെങ്കിൽ സഹായം തരാം എന്ന മട്ടിൽ അത്യധികം അധിക്ഷേപ സ്വരത്തിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിന്റെ ആവശ്യങ്ങളോട് പ്രതികരിച്ചത്. പണത്തിനു വേണ്ടിയുള്ള നിലവിളി നിർത്തി കിട്ടിയ കാശ് ഗുണകരമായി ചെലവഴിക്കാൻ നോക്ക് എന്ന വിധത്തിൽ അത്യന്തം ആക്ഷേപസ്വരത്തിലാണ് മന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചത്. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും മുൻനിരയിലെന്നാണല്ലോ അവകാശവാദം. അതൊക്കെ മാറ്റി റോഡില്ല, വിദ്യാഭ്യാസമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ കേന്ദ്രം സഹായിക്കും. കേരളം പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ കേന്ദ്രം ചുമതലപ്പെടുത്തുന്ന കമ്മീഷൻ വന്ന് പരിശോധിക്കും, കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും, അതനുസരിച്ച് സഹായങ്ങൾ നൽകും. ഈ വിധത്തിലുള്ള പ്രതികരണമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയത്. കേരളത്തിൽ നിന്നുമുള്ള മന്ത്രിമാരായിട്ടും സംസ്ഥാനത്തിന് ഗുണകരമായി ഒന്നും നേടിത്തന്നിട്ടില്ലെന്ന് മാത്രമല്ല, കേരളത്തെ പരസ്യമായി അപമാനിക്കുക കൂടിയാണ് മന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും നടത്തിയിരിക്കുന്നതെന്ന വികാരമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഫെഡറൽ സംവിധാനമാണെന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണനയും പ്രാതിനിധ്യവും നൽകണമെന്ന ഭരണഘടനാനുസൃത അവകാശങ്ങൾ പോലും നിരന്തരം അവഗണിക്കപ്പെടുന്ന സമീപനമാണ് കേരളത്തോട് കേന്ദ്രം കൈക്കൊള്ളുന്നതെന്നുമുള്ള ആക്ഷേപം പലതവണ ഉയർന്നിട്ടുള്ളതാണ്. ആവിധം ആരോപണങ്ങളെ ശരിവെക്കുന്ന അനുഭവങ്ങളാണ് ഈ ബജറ്റ് വേളയിലും ഉയർന്നു വന്നിട്ടുള്ളത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒന്നിനോടും അനുഭാവപൂർവ്വ സമീപനം കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളുടെ പുനരുജ്ജീവനത്തിന് പോലും സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. വയനാടിന് വേണ്ടി പ്രത്യേക പാക്കേജ് തന്നെ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമായതേയില്ല. സംസ്ഥാനത്തെ BJP നേതാക്കളും വയനാടിന് വേണ്ടി വലിയ വാഗ്ധോരണികളാണ് മുഴക്കിയിരുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം വ്യക്തമായ മറുപടികൾ ഒന്നുമില്ലാതെ ഉരുണ്ടുകളിക്കുകയാണ് സംസ്ഥാന BJP നേതൃത്വം. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തി ധനസഹായം അനുവദിക്കും എന്നൊരു പ്രസ്താവന നടത്തി മുഖം രക്ഷിക്കാനുള്ള നീക്കമാണ് BJP നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വികസന മുരടിപ്പിനെ മറികടക്കാൻ BJPക്ക് ഒരു അവസരം നൽകൂ എന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ BJP ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് പ്രാതിനിധ്യമുണ്ടായി. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഇടം പിടിച്ചതോടെ കേരളത്തിൽ നിന്നും 2 കേന്ദ്രമന്ത്രിമാരുണ്ടായി. ഇവർ വഴി കേരളത്തിന് അർഹമായ പ്രാതിനിധ്യവും സഹായങ്ങളും ലഭിക്കുമെന്ന പ്രചാരണമാണ് BJP നേതാക്കൾ അന്ന് വ്യാപകമായി നടത്തിയത്. എന്നാൽ അതെല്ലാം പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾ മാത്രമായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ കേന്ദ്ര ബജറ്റും ചെയ്തിരിക്കുന്നത്. ബീഹാർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ വികസന പദ്ധതികളും സാമ്പത്തിക പാക്കേജുകളുമാണ് കേന്ദ്ര ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. അതേസമയം കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും നിരാകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന വികാരവും വളരെയധികം ശക്തമാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടുന്ന കേന്ദ്രമന്ത്രിമാർ ഡൽഹിയിലെത്തുമ്പോൾ വാക്കുകളില്ലാതെ വിനീതദാസന്മാരാവുന്നു. തങ്ങളുടെ കഴിവുകേട് മറച്ചുവെക്കാൻ അവർ സംസ്ഥാനത്തെ പുച്ഛിക്കുകയും ചെയ്യുന്നു. കേന്ദ്രമന്ത്രിമാർക്കെതിരെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ ഉയരുന്ന പ്രതിഷേധം ഈ വിധത്തിലാണ്. കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയുടെ രാഷ്ട്രീയ രേഖയാണ് ഈ ബജറ്റ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചത്. വയനാട് പാക്കേജ്, വിഴിഞ്ഞം വികസനം, എയിംസ്, റെയിൽവേ കോച്ച് നിർമ്മാണശാല തുടങ്ങി കേരളത്തിന്റെ ജീവൽ പ്രധാന ആവശ്യങ്ങളെല്ലാം നിരാകരിക്കപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമാന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചത്. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചത് എന്തിനെന്ന് BJP നേതാക്കൾ മറുപടി നൽകണമെന്നാണ് അദ്ദേഹം ഉയർത്തിയ ചോദ്യം. കേരളത്തെ വീണ്ടും വീണ്ടും ദരിദ്രമാക്കി അതുവഴി അധികാരം പിടിക്കാനുള്ള BJPയുടെ രാഷ്ട്രീയ തന്ത്രമാണിതെന്ന വികാരമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉയർത്തിയത്. ബീഹാറിന് വാരിക്കോരി കൊടുത്തവർ കേരളത്തിന്റെ ഒരു ആവശ്യത്തെയും പരിഗണിച്ചതേയില്ലെന്നും 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും കേരളത്തിന് എന്താണ് ഗുണമെന്നുമാണ് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ചോദിച്ചത്. കേരളത്തിൽ നിന്നും മന്ത്രിമാർ ഡൽഹിയിലുള്ള വിവരം പോലും അറിയാത്ത വിധത്തിലുള്ള ബജറ്റാണിതെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പരിഹസിച്ചത്.
ഏതെല്ലാം വിധത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും കേന്ദ്ര ബജറ്റിലൂടെ സംസ്ഥാനത്തെ ആസൂത്രിതമായി അവഗണിക്കുകയായിരുന്നുവെന്ന വികാരം സംസ്ഥാനത്തെ BJP അണികളിലും ശക്തമാണ്. ഈ വിഷയത്തിൽ പക്വതയാർന്ന പ്രതികരണമാണ് കേന്ദ്രമന്ത്രിമാർ നടത്തേണ്ടിയിരുന്നതെന്ന് വിശ്വസിക്കുന്നവർ നേതൃനിരയിലും ഏറെയാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്രത്തിന്റെ അവഗണനയും കേന്ദ്രമന്ത്രിമാരുടെ പ്രവർത്തനങ്ങളുമെല്ലാം രാഷ്ട്രീയ ആയുധങ്ങളാക്കി ഭരണപക്ഷവും പ്രതിപക്ഷവും മാറ്റുമെന്നത് ഉറപ്പാണ്. ഈ സാഹചര്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറുമെന്ന വികാരമാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലും ഉയർന്നിട്ടുള്ളത്.